ഇപ്പം മമ്മൂട്ടി കമ്പനി എടുക്കുന്ന പടം പിന്നെ ഗ്യാരണ്ടിയാണ്, ക്വാളിറ്റി ഉള്ള പടമല്ലേ മമ്മൂട്ടി കമ്പനി എടുക്കത്തുള്ളൂ. ത്രില്ലടിച്ചു പോയി. സൂപ്പർ സിനിമ. അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല. എന്നാലും കുഴപ്പമില്ല. അതെ, ത്രില്ലിംഗ്. അതെ അതെ, കണ്ടിരിക്കുക. വൺ ടൈം വാച്ചബിള്. കൊള്ളാം, അടിപൊളിയാണ്. എല്ലാം നന്നായിട്ടുണ്ട്. ശരി, നല്ല പടം. കൊള്ളാം, നല്ല കുഴപ്പമില്ലെന്നുള്ള പിന്നെ നല്ല പടമായിരുന്നു. അതെ, ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഒരു കംബാക്ക്. ജോഷു എന്ന് പറയുന്ന പടം എന്തോ ഫ്ലോപ്പ് ആണ്. അതിനുശേഷം പുള്ളിയുടെ പടം കംബാക്ക് അടിപൊളി. ഇതുവരെ കാണാത്തൊരു ഫോട്ടോ ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ ചിലപ്പോ പ്രഡിക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു, പക്ഷെ അത് ക്ലൈമാക്സ് ഗ്രിപ്പിംഗ്. പ്രഡിക്റ്റബിൾ ആണല്ലോ. പ്രഡിക്റ്റബിൾ ആണെന്ന് പറയാം. നല്ല പടം, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം. സസ്പെൻസ് ഒക്കെ ഉണ്ട്. ഞെട്ടിക്കുന്ന അൺപ്രഡിക്റ്റബിൾ. മലയാളത്തില് കുഴപ്പമില്ല, കൊള്ളാം. ഷെർലോക്ക് ഹോംസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറാ. പടം നല്ല പടമായിരുന്നു. ഞാനൊരു വട്ടം പറഞ്ഞു. ക്ലൈമാക്സ് ഓപ്ഷനൊക്കെ കുഴപ്പമില്ല. നമുക്ക് അത് പെട്ടെന്ന് നമ്മൾ ഇതാക്കത്തില്ല, ചിന്തിക്കാത്ത രീതിയിലാണ് അതിന്റെ ക്ലൈമാക്സ് കൊണ്ടുപോയിരിക്കുന്നത്. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലല്ല പടം കൊണ്ടുപോയിരിക്കുന്നത്. ഇല്ല, ലാഗൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം കോമഡി ഒക്കെ ആയിട്ട്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ചിരിക്കാനുള്ള ഒരു ഇതൊക്കെ വകുപ്പൊക്കെ ഒപ്പിച്ചിരുന്നു. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ത്രില്ലിങ്ങിന്റെ ആ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിനുള്ള ഒരു വകുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണെങ്കിലും അത് നമുക്കങ്ങനെ തോന്നുന്നില്ല. ലാസ്റ്റ് ഒരു സീനുണ്ട്, അതിലും ചിലപ്പം സെക്കൻഡ് ഹാഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള വഴിയായിരിക്കും. അത് കുഴപ്പമില്ല, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം ഈ പറഞ്ഞ ട്വിസ്റ്റ് കുറച്ച് എനിക്ക് അങ്ങനെ തോന്നി. കൂടിപ്പോയില്ല. പ്രഡിക്റ്റബിള് അല്ല, എനിക്ക് പേഴ്സണലി എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയോണ്ട് അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നില്ല. ഇല്ല, ഇതിപ്പം ഈ പറഞ്ഞ ഷെർലക് ഹോംസിന്റെ മോഡൽ തന്നെയാണ്. വാട്സണും ഷെർലക് ഹോംസ്. അതെ, തോന്നിയത്. മലയാള സിനിമയിൽ തന്നെ ഇങ്ങനെ ഇതേ ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നവര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ബ്രോയ്ക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. പുതിയ അനുഭവം എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ല. വൃത്തിയായിട്ടുള്ള പടം. പടം കൊള്ളായിരുന്നു. കുഴപ്പമില്ല. കൊള്ളായിരുന്നു. അല്ല, കഥ പ്രഡിക്റ്റബിൾ അല്ലായിരുന്നു, അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ക്ലൈമാക്സ് ഉള്ളു. ക്ലൈമാക്സ് പൊളിച്ചു. സൂപ്പർ. ഇഷ്ടപ്പെട്ടു. പടം ത്രില്ലിംഗ് ആണ്. എന്റെ അമ്മ എന്ത് ത്രില്ലിംഗ് ആണെന്ന് അറിയാവോ? ഈ 73-ാം വയസ്സിൽ ഇതേപോലത്തുള്ള ത്രില്ലിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരാണ്? ഗോകുൽ സുരേഷ് വരെ മാറി നിൽക്കുക ആ ലുക്കിലേക്ക്. ക്ലൈമാക്സിനകത്ത് മമ്മൂക്കയുടെ ഒരു ലുക്ക് കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്റെ അമ്മ പക്ക വെയിറ്റിംഗ് ആണ്. ഒരു രക്ഷയില്ല.